ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു കല്യാണത്തിന് പോയാലോ? റഷീബാത്താൻ്റെ ഫാമിലിയിലുള്ളൊരു കല്യാണമാണ്. റഷീബാത്ത എൻ്റെ കാക്കാൻ്റെ വൈഫാണ്, അതായത് എൻ്റെ നാത്തൂനാണ്. അപ്പോൾ നാത്തൂൻ്റെ ഫാമിലിയിലുള്ള ഒരു കല്യാണത്തിനാണ് നമ്മൾ പോണത്. അത് റഷീബാത്താൻ്റെ മൂത്തമ്മാൻ്റെ വീട്ടിലോട്ടാണ് പോയത്. അവിടെ ചെന്ന് റെഡി ആയിട്ടൊക്കെ പോവാമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം അങ്ങോട്ട് പോയത്. അവർ ചെന്നപ്പോൾ മുട്ടപ്പത്തിരും പിന്നെ ബൂസ്റ്റും ഒക്കെ തന്നിരുന്നേ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പത്തിരും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ റെഡി ആയിട്ട് കല്യാണത്തിന് പോയേ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓട്ടോയിലൊക്കെ കയറി ഓഡിറ്റോറിയത്തിലെത്തി. പിന്നെ അവിടെ ചെന്നപ്പാടെ വെൽക്കം ഡ്രിങ്കും ഒക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ കുടിച്ച് എനിക്കവിടെ ആരെയും അറിയില്ല. റഷീബാത്താൻ്റെ ഫാമിലിയാണല്ലോ, അത് ഉമ്മാൻ്റെ ഫാമിലിയാണ്. അപ്പോൾ എനിക്കങ്ങനെ ആരെയും അറിയില്ല. ഞങ്ങൾ മൊഞ്ചത്തിയായിട്ട് അനുമോളും അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിൽ വന്നിരുന്നു. കുറച്ച് നേരം എൻ്റെ മെഹന്തിൻ്റെ ലുക്കൊക്കെ നോക്കി. അങ്ങനെ അവിടെ ഇരുന്നു. കുറച്ച് നേരം ഇപ്പോൾ കുട്ടികൾ ചൂടെടുത്തിട്ട് കരച്ചിലൊക്കെ തുടങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങൾ റഷീബാത്താൻ്റെ മുത്തമ്മാൻ്റെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് ആ റൂമിൽ കയറി AC ഒക്കെ ഇട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നേ. ഇവരെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ കാർമാറോട്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്ന്. ഇത് തെസ്നിയാത്തയാണ്, അതായത് റഷീബാത്താൻ്റെ എത്താത്തയാണ് കേട്ടോ. എടുത്ത് തന്നെയാണെന്ന് അറിഞ്ഞാൽ പിന്നെ നമ്മൾ കാണാതിരിക്കാൻ പറ്റുമോ? അത്രയും അടുത്തെത്തിയിട്ട് കാർമാറോട് കാണാതെ പോരാൻ തോന്നും. എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടുന്ന അവസരമല്ലേ, അപ്പോൾ നമ്മൾ പിന്നെ അത് മുതലാക്കണ്ടേ. ആകെ പ്രശ്നം വെയിലായിരുന്നു കേട്ടോ. ഈ നടക്കുമ്പോൾ ഭയങ്കര വെയിൽ കുത്തലായിരുന്നു. ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും കൂടി നടക്കണൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ അധികം ദൂരമൊന്നും പോയിട്ടില്ല കേട്ടോ, കുറച്ച് പോയിട്ടുള്ളൂ. കാരണം ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ളത്. റഷീബാത്താൻ്റെ ഉമ്മ കല്യാണം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അധികം പോയില്ല. അവിടെ ഒരു ബോട്ട് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് അതിൽ കയറി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടാളും അതിൽ കയറി ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് 2 ഫോട്ടോസും ഒക്കെ എടുത്ത് തിരിച്ച് വരുമ്പോൾ ഐസ്ക്രീമും കഴിച്ച് നേരെ വീട്ടിലോട്ട് പോന്നേ. എൻ്റെ അമ്പട് കഴിക്കണ കണ്ടോ നിങ്ങൾ? അങ്ങനെ കുറ്റിപ്പുറം എത്തിയപ്പോൾ മൂത്താപ്പ വിളിക്കാൻ വന്നേ. അങ്ങനെ തിരിച്ചു വരുന്ന കാര്യം മൂത്താപ്പ ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ മേടിച്ച് തന്നു. അപ്പോൾ ഇന്നത്തെ കല്യാണ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.